ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ശിവദേവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 10-ാം തീയതിയും ജനുവരി 10-ാം തീയതിയും പിന്നെ നാളെ വരുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ 10-ാം തീയതി കേക്ക് മുറി ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഞാൻ തിങ്കളാഴ്ച ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പം ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അതൊന്ന് മുറിക്കാം, പിന്നെ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ പ്ലാനുകളൊക്കെ മാറിയിട്ടാ. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അവൻ്റെ ചോദ്യം എന്തായിരുന്നു, വെള്ളിയാഴ്ച അച്ഛനെ അവനെ വിളിച്ചിട്ടൊന്ന് വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ ശിവദേവ്. അപ്പോൾ തുടങ്ങിയ അവൻ്റെ ചോദ്യമാണ്, എൻ്റെ ഹാപ്പി ബർത്ത്ഡേക്ക് എന്താ ആരും വരാത്തത്? ലച്ചുമോളുടെ ഹാപ്പി ബർത്ത്ഡേക്കല്ല കുറേ ആൾക്കാർ വന്നല്ലോ, ഗിഫ്റ്റ് കൊടുത്തല്ലോ, എനിക്കാരും ഗിഫ്റ്റൊന്നും തരില്ലെന്ന്. ഈ ചോദ്യം പിന്നെ ഞാനത് മറന്നു. ആ ചോദ്യം പിന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതി. പക്ഷേ തിങ്കളാഴ്ച ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും അവൻ്റെ അച്ഛനെ അന്വേഷിച്ചു. ഹാപ്പി ബർത്ത്ഡേക്ക് അച്ഛൻ വന്നില്ലല്ലോ, അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ആ കേക്കിൻ്റെ കൂടെ പായസം കൂടെ ഉണ്ടാക്കാം. പായസം പിന്നെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി അവനെ സ്കൂളിൽ വിട്ടപ്പോൾ പിന്നെ കുറച്ച് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സദ്യ എന്ന് പറഞ്ഞാൽ 2-3 കറികളൊക്കെ ഉണ്ടാക്കി ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ മാത്രമാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ലച്ചുമോളെ ഞാൻ ഉച്ചയ്ക്ക് ഉറക്കിയിട്ട് ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ചോറ് സാമ്പാറും ഒരു പായസം മാത്രം ഉണ്ടാക്കി വെച്ചുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ലച്ചുമോളെ ഉറക്കിയപ്പോൾ ഞാൻ വേഗം കേക്കിൻ്റെ കേക്കിന് ഏതാണ് കളറ് വേണ്ടതെന്ന് തലേദിവസം ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ പിങ്ക് കളർ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിങ്ക് കളറൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് എല്ലാ കളറും ഉണ്ടായിരുന്നു കേട്ടോ. പിങ്ക് കളറൊക്കെ എടുത്ത് സെലക്ട് ചെയ്തു. അതിൻ്റെ ഡെക്കറേഷൻ്റെ പണികളാണ്. ഈ ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു വാനില ഫോറസ്റ്റ് ഉണ്ടാക്കുക, നമ്മൾ സാധാ പഴയ മോഡൽ തന്നെ ഉണ്ടല്ലോ, സൈഡിലൊക്കെ കുറച്ച് ഇത് വെച്ചിട്ട് പിന്നെ ചെറിയൊക്കെ മുകളിൽ കുത്തി വെച്ചിട്ടുള്ള അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവന് പിങ്ക് കളർ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു തീരുമാനം മാറ്റി. ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഡെക്കറേഷനുള്ള ഐറ്റംസുകളൊക്കെ കയ്യിലിരിക്കണ്ടായി. ഇതൊന്ന് വാങ്ങിച്ച് ഓർമ്മയില്ലായിരുന്നു, ഇതിൻ്റെ കാര്യം മറന്നു. ഇത് ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു ലച്ചുമോളുടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഞാൻ ഒരു കേക്ക് എൻ്റെ വക ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് വാങ്ങിച്ച സാധനങ്ങളായിരുന്നു അതൊക്കെ കേട്ടോ. ഇതൊക്കെ അതിൻ്റെ മുന്നേ വാങ്ങിച്ചതാണ് ഈ ടോം ആൻഡ് ജെറി. അപ്പോൾ ബട്ടർഫ്ലൈ വേണ്ട, ടോം ആൻഡ് ജെറിയുടെ ഇത് മതി എന്ന് പറഞ്ഞിട്ടോ. ബട്ടർഫ്ലൈയുടെ ഒരു ഡെക്കറേഷൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വേണ്ട, ടോം ആൻഡ് ജെറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടോം ആൻഡ് ജെറിൻ്റെ 2 എടുത്തിട്ട് ഞാൻ അവിടെ മുകളിലും സൈഡിലും ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ സൈഡിൽ കുത്തി കൊടുത്തു. പിന്നെ ആ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ എടുത്ത് മുകളിൽ കുത്തി കൊടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ശിവദേവ് എന്നുള്ള പേരും കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ കേക്ക് സെറ്റായി. പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. ഫിനിഷിങ് നമ്മൾ വീട്ടിൽ മുറിക്കുള്ളതായതുകൊണ്ട് ഞാൻ അത്രക്കങ്ങ് ഫിനിഷ് ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് ഫിനിഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചൂട് എണിക്കും. അപ്പം നമ്മുടെ ബാക്കിയുള്ള പണികളൊന്നും എടുക്കാൻ പറ്റില്ല, അതവിടെ കിടക്കുള്ളൂ. അവളെക്കൊണ്ട് പ്രത്യേകിച്ച് ശല്യം ഉണ്ടായിട്ടല്ല, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം അവൾക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ ഒന്നല്ലെങ്കിൽ TV വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഫോൺ വെച്ചെടുക്കുക. ഇതൊക്കെ വെച്ച് കൊടുത്താലേ അവളൊന്ന് ഒതുങ്ങിയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയ കാര്യം പറയണ്ട. അവരുടെ ചോദ്യം ഉച്ചയ്ക്കുള്ള ചോദ്യം കേട്ടപ്പോഴും ഞാൻ 2 കറി എക്സ്ട്രാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ 1 മണിക്കാണ് ഞാൻ അവിയലും കൂട്ടുകറി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി വന്നപ്പോൾ 3 മണിയായി. അതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടല്ലോ, ഇനി കുറച്ചും കൂടെ സമയമുണ്ടല്ലോ, രാത്രി ഉച്ചയ്ക്ക് കേക്ക് കട്ട് ചെയ്യാന്നുള്ള തീരുമാനം ഞാൻ രാത്രിത്തേക്കാക്കി. പിന്നെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബലൂണുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷനുള്ളത്. ഇതൊക്കെ കുറേ നാൾ മുന്നേ വാങ്ങി വെച്ചതാട്ടോ. പെട്ടി തുറന്നപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസിന് ഉണ്ടായിരുന്ന സംഭവങ്ങൾ കിട്ടിയപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഇതിനെന്ത് ചെയ്ത് വീർപ്പിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ബലൂൺ എയർ പമ്പ് അതും കേടായിട്ടാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അത് സെല്ലോ ടേപ്പും ഇതൊക്കെ വെച്ചിട്ട് ഡബിൾ ടേപ്പും എല്ലാം വെച്ചിട്ട് ചുമര് മുട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ള കാരണം ഉച്ചയ്ക്ക് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, സനിഷേട്ടൻ്റെ ചേച്ചി അപ്പം അവർ എന്തായാലും വൈകുന്നേരത്ത് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിക്കുന്നതിന് മുന്നേ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് പറയാണ്ട് അവർ സർപ്രൈസായിട്ട് വരാം എന്ന് വിചാരിച്ചതായിരുന്നു. ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. എന്തായാലും അവർ വന്നപ്പോൾ രാത്രിയായി. എന്തായാലും അവരെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അവർ വന്നപ്പോൾ സനിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന കേക്കുണ്ട്, വൈറ്റ് ഫോറസ്റ്റ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാതെ നന്നായി ആ മോഡൽ. അപ്പം ഞാൻ ഉണ്ടാക്കിയതും കൂടെ വെച്ചപ്പോൾ വേറെ 2 കേക്കായല്ലോ. അപ്പോൾ 2 മോഡലായി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ ആ കപ്പ് കേക്ക് ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞപ്പോൾ ലച്ചുമോളുടെ വക കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അവൾക്ക് ആ ബോള് മതി. എനിക്കറിയായിരുന്നു അത് വേണ്ടി വരുന്നുള്ളത് കൊണ്ട് ഞാൻ അതാണ് ഉച്ചയ്ക്ക് ഉറങ്ങിയപ്പം ആ ഡെക്കറേഷൻ്റെ പണിക്ക് നിന്നത് കേട്ടോ. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് അവൾ ആരെ ശല്യപ്പെടുത്താണ്ട് അവൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന് കളിച്ചോളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടമുണ്ട്, ആരെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം എടുത്തിട്ട് അടുക്കളയ്ക്ക് വരുന്ന കളിയായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോഴാണ് തലയിൽ ഹാപ്പി ബർത്ത്ഡേ നെയ്തുള്ള ആ തൊപ്പി വെക്കാൻ മറന്നത്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടടാന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള പോസാണ് കേട്ടോ ഇത്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തന്നതാണ് നിങ്ങൾക്ക് ഈ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ച് ഞങ്ങൾ എണീറ്റ് കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സാമ്പാർ, കൂട്ടുകറി, അവിയൽ, പപ്പടം ഉണ്ടായത്, പപ്പടം കാച്ചി, അതിന് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉണ്ടായുള്ളൂ. പിന്നെ തിരുവാതിര ആയതുകൊണ്ടാണ് ഞാൻ ചിക്കനൊന്നും വാങ്ങിക്കാണ്ടിരുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നല്ലോ ഇവർ വരുന്നതും അറിഞ്ഞത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വേറെ കൂടുതലൊന്നും ഉണ്ടാക്കിയതുമില്ല. ഇതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം അവർ പോയിട്ടാ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായേ. അവന് ഞാൻ കൊടുത്ത ചെറിയൊരു ഗിഫ്റ്റാണ് കേട്ടത്. അത് തുറന്ന് നോക്കുകയാണ്. അത് അപ്പം കൊടുക്കാൻ മറന്നുപോയി, കൊടുത്തതാണ്. അത് തുറന്ന് നോക്കി. ഡിസൈൻ റോളറും പിന്നെ സ്കെച്ച് പെന്നെ ചെറിയൊരു ബോക്സ് കേട്ടോ മാത്രമേ ഉള്ളൂ. സ്കൂളിലേക്ക് മിഠായി കൊടുത്ത് വിടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഫോൾ പെൻസിൽ വാങ്ങിയിട്ട് ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ. അതാണ് കേട്ടോ ഈ കാണുന്നത്. സൂപ്പറല്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക.